പഞ്ചാരയുടെ അസുഖം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പഞ്ചസാര കൂട്ടിയിട്ട് ഒരു ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. പൊയ്ക്കോ. പോവാം. പക്ഷെ അതിനുമുമ്പ് മാളുവിന് ഞാൻ കൊണ്ടുവന്ന ഈ സമ്മാനം മാള് സ്വീകരിക്കണം. സാധുക്കളായ മനുഷ്യരുടെ അധ്വാനത്തിനും സമയത്തിനും യാതൊരു വിലയുമില്ലേ? അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ദേ, നിന്റെ കൂട്ടുകാരെ ഞാൻ തെറ്റു പറയില്ല. നമ്മുടെ ഗ്രാമത്തിന്റെ നന്മകളും രീതികളും പരിചയമില്ലാത്ത കൂട്ടുകാരെ ഇവിടേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും അബദ്ധങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ശരിയാ മുത്തച്ഛ, എന്റെയും കൂടി തെറ്റായിരുന്നു. പൈസ കൊടുക്കും. ഇത് ചേച്ചി ചോദിച്ചാലും കൂടുതൽ പണമുണ്ട്. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായി മോളെ. എന്നാ ചേച്ചി പൊയ്ക്കോ. വാ മക്കളെ. മഴയത്ത് മണ്ണിര ഒന്ന് കൊഴുത്തൂന്ന് കരുതി മൂർഖമ്മാമന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുത്. എടാ മരത്തലയാ, നിനക്ക് നിന്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ അതാ പറ്റിയത്. ബൈ. കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും വെളിവുകേട് നീ കാണിച്ച ഇപ്പൊ എന്റെ കയ്യിൽ കരിക്കൊണ്ടാ ഇല്ലല്ല. അപ്പൊ ഞാൻ പച്ചയ്ക്കാം. ജാനകി, ഈ പെണ്ണിനെ നമ്മുടെ കുടുംബത്തിലേക്ക് കെട്ടിയെടുക്കുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ടൊക്കെ പോരെ? ഏയ്, ഇനി അച്ഛനാ സംസാരിക്കരുത്. ഞാൻ കെട്ടുന്ന താലി ഒരു പെണ്ണിന്റെ കഴുത്തിൽ വീഴുന്നുണ്ടെങ്കിൽ അതെന്റെ മാളുവിന്റെ കഴുത്തിൽ തന്നെ ആയിരിക്കും. ഇവനെ ഉണ്ടാക്കുന്ന നേരത്തിനുണ്ട് വാഴ വെച്ചായിരുന്നെങ്കിൽ. അയ്യോ, ആരൊക്കെ ഈ വന്നേക്കുന്നേ? ഹായ് മാളുവിന്റെ അമ്മ. വന്നേ വന്നേ, വാ മോനെ, കേറി വാ. വന്നാട്ടെ വന്നാട്ടെ, വരൂ, ഇരിക്കൂ. വാ മോനെ, കേറി ഇരിക്കേ. ഓ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ? നമ്മൾ ഒരു കുടുംബം ആവാൻ പോവല്ലേ, അത്തരം ഫോർമാലിറ്റീസ് ഒക്കെ ഇനി വേണോ? മാളുവിടെ നാട്ടുനടപ്പ് പ്രകാരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ പോവല്ലേ, അതിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കണം. അതിനാ വന്നത്. ആയിക്കോട്ടെ. അല്ലമ്മ, ഈ മാളുവിടെ അവള് പുറത്തെവിടെയോ പോയതാ, ഇപ്പൊ വരും. മോൻ അവിടെ ഇരിക്കേ. നീ ഇങ്ങനെ നോക്കിയിരിക്കാൻ എല്ലാവർക്കും ചായ എടുക്കും മോളെ. അമ്മേ. എന്താടാ? ഈ അമ്മേനല്ല, മാളുവിന്റെ അമ്മ എടുത്ത്. അതേ, എന്താ മോനെ? എനിക്ക് എന്റെ ചായക്ക് മധുരം ഇത്തിരി കൂടുതൽ വേണമായിരുന്നു. മാളുവിന്റെ അടുത്ത് ഒന്ന് പറയോ? മോൻ തന്നെ ചെന്നങ്ങ് പറഞ്ഞു. അയ്യോ, എന്നാലും അതിന്റെ ഒരു ഇത് മോന്റെ കൂടെ വീടല്ലേ, ചെല്ലു മോനെ, അങ്ങോട്ട് ചെല്ല്. ഞാൻ പോയിട്ട് മാളു.
അല്ല ഞാൻ പിന്നെ അത് ചായയിൽ ഇച്ചിരി മധുരം കൂടുതൽ വേണമെന്ന് പറയാനായിട്ട്. പഞ്ചാരയുടെ അസുഖം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. പഞ്ചസാര കൂട്ടിയിട്ട് ഒരു ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. പൊയ്ക്കോ. പോവാം. പക്ഷെ അതിനുമുമ്പ് മാളുവിന് ഞാൻ കൊണ്ടുവന്ന ഈ സമ്മാനം മാള് സ്വീകരിക്കണം. ഇതിലെന്റെ ഹൃദയമുണ്ട്. ആഹാ. ഇതിലേ എന്റെ ഹൃദയവും ഉണ്ട്. വേണോ? ഞാന് പിന്നെ ഒരു പുരുഷന് വേണ്ടതിനേക്കാൾ കൂടുതൽ സൗന്ദര്യം എനിക്കുണ്ട്. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. പക്ഷെ ഒന്നും മാത്രമില്ല. കുമാരേട്ടൻ എന്താണില്ലാത്തെന്ന് മാള് ചോദിച്ചില്ല. എന്തായാലും അതില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ ചോദിച്ചിട്ട് എന്തിനാ? എവള് ഒരു തരത്തിലും പിടിതരുന്നില്ലല്ലോ എന്റെ ഭഗവാന്. അല്ല പിന്നെ മാള് നന്നായിട്ട് പഠിക്കുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. മാളുവിന് എന്താവാൻ ആഗ്രഹം? എനിക്കേ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞയാകാനാ ആഗ്രഹം. എന്തേ? ഇത് പഠിക്കാൻ മാളുവിനെ ബഹിരാകാശത്തേക്കാണ് എനിക്ക് തന്നത്. ആണ് സത്യം. എന്റെ അച്ഛൻ്റെ പൂത്ത പൈസ ഉണ്ട്. ഞാൻ എന്തെങ്കിലും സഹായിക്കാം. വേണ്ടല്ലേ മാളും ഞാനും വരുന്നുണ്ട് അങ്ങോട്ട്. കുമാറിന്റെ ജാതകപ്രകാരം 2 മാസത്തിനുള്ളിൽ അവന്റെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ പിന്നെ 1 വർഷം കഴിയാതെ അവന്റെ കല്യാണം നടക്കില്ലെന്നാ. മാളുവിന്റെയും കുമാറിന്റെയും കല്യാണം നടത്താൻ 1 മാസം സമയം ധാരാളം അല്ലേ സുധേ? അയ്യോ, ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ എടിപിടിന്ന് ഒരു കല്യാണം നടത്താൻ പറ്റിയ അവസ്ഥയിലല്ല നിങ്ങളെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ചെലവുകളുടെ കാര്യം ഓർത്ത് സുധ പേടിക്കണ്ട. അതെ, പെണ്ണിനിടാനുള്ള സ്വർണ്ണം അടക്കമുള്ള എല്ലാ ചെലവുകളും ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. എത്രയും വേഗം ഇത് നടത്തണം. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ചായ കൊടുക്കുമോളെ. ഇവന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടു. പക്ഷെ ഒരു പെണ്ണിനെ ഇവന് പിടിക്കുന്നില്ല. തിരിച്ചായിരിക്കും സംഭവിച്ചത്. എന്തു പറയാനാ സുധേ, ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. മാളുവിനെ ഇവൻ അങ്ങ് ബോധിച്ചു. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ. ഇവന്റെ വിധി ഇതായിരിക്കും. ഡാഡി വന്ന കാര്യം പറഞ്ഞില്ല. കുമാറിന്റെയും മാളുവിന്റെയും ജാതകം ഒന്ന് ഒത്തു നോക്കണ്ടേ? ജാതകം ഇപ്പൊ തന്നുവിട്ട ജോലിസനെ കൊണ്ട് നോക്കിയിട്ട് നാളെ തിരിച്ചു കൊടുത്തുവിടാം. ഈശ്വര, ജാതകോ? അതിന് ഞാൻ ഇനി എവിടെ പോവും? എന്തമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല.